ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. മനുഷ്യജീവനെ അന്തരീക്ഷത്തിൽ തൂക്കി നിർത്തുന്ന കാഴ്ചയാണ് ഇന്ന് ഇടുക്കി ആനച്ചാലിൽ കണ്ടത്. കേരളത്തിൽ അത്ര പരിചിതമല്ല ഈ സ്കൈ ഡൈനിങ്. അതിൻ്റെ സാധ്യതകൾ പക്ഷേ ആനച്ചാലിൽ പരീക്ഷിച്ചപ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. 4.5 മണിക്കൂറിലധികമാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടന്നത്. സതേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്കൈ ഡൈനിങ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ അപകട സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകൾ ജീവനക്കാരായി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് 1.5 മണിക്കൂറിലധികം ആ പരിശീലനം ലഭിച്ച ആളുകൾ ശ്രമിച്ചിട്ടും കുരുങ്ങിക്കിടന്നവരെ താഴേക്കിറക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഗുരുതരമായ അനാസ്ഥ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത്തരമൊരു സാഹചര്യം അറിയിച്ചില്ല എന്നതാണ്. ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അപകടത്തിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഉടൻ തന്നെ അവരെത്തി. അതിൽ കൃത്യമായ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ കുടുങ്ങിക്കിടന്ന 5 പേരെയും സുരക്ഷിതരായി താഴേക്കിറക്കി. ആ 2 കുട്ടികളെ നെഞ്ചോട് ചേർത്തിറക്കിയ കാഴ്ച അതാരെയും സന്തോഷിപ്പിക്കുന്നത് കൂടിയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ എന്നിവർ സ്കൈ ഡൈനിങ്ങിൽ കയറിയത്. തറയിൽ ഉറപ്പിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതാണ് സ്കൈ ഡൈനിങ്. പതിവിലും കൂടുതൽ ക്രെയിൻ ഉയർത്തിയതോടെ റോപ്പുകൾ കുരുങ്ങി. നിശ്ചലമായ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ജീവനക്കാരി ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന 5 പേരെ രക്ഷപ്പെടുത്താൻ താഴെ ഉണ്ടായിരുന്നവർ ശ്രമിച്ചു. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. സ്കൈ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ടവർ മനഃപൂർവ്വം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അപകട സാഹചര്യം അറിയിച്ചില്ലെന്നാണ് ആരോപണം. അപകട സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ പ്രത്യേക പരിശീലനം സ്കൈ ഡൈനിങ്ങിലെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പേടിക്കേണ്ടൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടേ ഇരുന്നത്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഓക്കെ ആയിരുന്നു. നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ 5 പേരായിരുന്നു. ഒരു 2 പിള്ളേരും ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവര് കോഴിക്കോട്ടുകാരായിരുന്നു. ഞാൻ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം അതിനിടെ രക്ഷാപ്രവർത്തനത്തിനെത്തി. ഫയർഫോഴ്സ് സംഘം എത്തി 1.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതരായി താഴെ ഇറക്കിയത്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു. മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ മുകളിൽ അവര് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപകടാവസ്ഥയൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് കയറിയത്? അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ, നമ്മുടെ പണിയല്ലേ. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളും ലൈസൻസും ഇല്ലാതെയാണ് സതേൺ സ്കൈസ് എയ്റോഡൈനാമിക്സ് എന്ന സംരംഭം പ്രവർത്തിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നിലവിലുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസീൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളുടെ ജീവൻ പണയം വെച്ച് പന്താടുന്ന വിധത്തിലാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ രേഖകളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നിലവിലുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടും യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ഇതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നത് അന്വേഷണ വിധേയമാകേണ്ടതാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുമിത്രപ്പം, രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. സീന മുഹമ്മദ് പറയുന്നു, അങ്ങനെ രക്ഷപ്പെടാനുള്ള സൗകര്യം കൂടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് കൊടുക്കാനെന്ന്. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിന്നുള്ള നിമിഷം എന്ന്. ABCD പറയുന്നു, കൊല്ലം പുനലൂരിലും ഈ സ്കൈ ഡൈനിങ് ഉണ്ട് എന്ന കാര്യം. രവികുമാർ പറയുന്നു, സുരക്ഷാ ക്രമീകരണം ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും നടത്തിയ വിവരം സർക്കാരിന് അറിയില്ലായിരുന്നോ എന്ന ചോദ്യമാണ്. വസന്തകുമാരി, ദിലീപ്, വല്ലാത്തൊരു അവസ്ഥയാണ്. കുഞ്ഞുമക്കളുമായി വായുവിൽ കണ്ടപ്പോൾ
പേടി വന്നു എന്ന കാര്യം പറയുന്നു. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, നെഞ്ചിടിപ്പോടുകൂടിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത് എന്ന കാര്യത്തിലും സംശയമില്ല. മണിക്കൂറുകളോളമാണ് ഈ സ്കൈ ഡൈനിങ്ങിൻ്റെ ഭാഗമായി ഉയരത്തിൽ അവർക്ക് കഴിയേണ്ടി വന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അവരെ താഴെ ഇറക്കിയത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണം ഇതിനൊക്കെ ലൈസൻസ് നൽകേണ്ടത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ഒരു സർക്കാർ LP സ്കൂളിനായി നാട്ടുകാർക്ക് സുപ്രീം കോടതി വരെ കയറേണ്ടി വന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. അങ്ങനെ കോടതിയെ സമീപിച്ച് സ്കൂൾ നിർമ്മിക്കാനുള്ള അനുകൂല വിധി നേടിയെടുത്തിരിക്കുന്നത് മലപ്പുറം ഏലമ്പ്രക്കാരാണ്. 4 പതിറ്റാണ്ട് നീണ്ട പോരാട്ടമായിരുന്നു ഇതെന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നാട്ടുകാർ പണമിട്ട് വാങ്ങിയതാണ് ഈ ഭൂമി, അല്ലാതെ സർക്കാർ അവിടെ കൊണ്ടുവന്ന് സൗജന്യമായി നിങ്ങൾക്കൊരു സ്കൂൾ നിർമ്മിച്ച് തരും എന്ന തരത്തിലുള്ള അങ്ങനെ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്തോ ഒന്നുമല്ല. നാട്ടുകാർ അവർ പണമിട്ട് ഹജ്ജിന് പോകേണ്ട പൈസ, മഹറായി കിട്ടിയ പൈസ, ഇതൊക്കെ ഇട്ടാണ് ആ ഭൂമി അവിടെ വാങ്ങിയത്. അന്ന് സ്കൂളിൽ പോകാൻ തയ്യാറെടുത്ത 5 വയസ്സുകാർക്ക്, അന്നത്തെ 5 വയസ്സുകാർക്ക് ഇപ്പോൾ പ്രായം 48 ആയിട്ടുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുമ്പോൾ എന്നതുകൂടി ഓർക്കണം. മാത്രമല്ല, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന് അനുമതി വേണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സുപ്രീം കോടതി വരെ നീണ്ട ആ നിയമയുദ്ധം നടത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലയിൽ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച പണം എത്രയാണ് എന്നതിന് കണക്കുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി മന്ത്രിമാർ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങനെ വന്നുപോയി. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മലപ്പുറത്ത് നിന്നുണ്ടായിരുന്നു. നിരവധി മന്ത്രിസഭകൾ ഇതിനിടെ മാറി മാറി വന്നു. പക്ഷേ നാട്ടുകാർ അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ സ്കൂൾ നിർമ്മിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് വാങ്ങിയെടുത്തിരിക്കുകയാണ്. മഞ്ചേരി നഗരസഭയിലും തൃക്കലങ്ങോട് പഞ്ചായത്തിലുമായാണ് എലമ്പ്ര. ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കിലോമീറ്ററുകൾ താണ്ടണം. ഭൂമി വാങ്ങി നൽകിയാൽ സ്കൂൾ നിർമ്മിച്ചു നൽകാമെന്ന് നഗരസഭ വാഗ്ദാനം നൽകി. അങ്ങനെ ഹജ്ജിന് പോകാൻ മാറ്റിവെച്ച പണം ഉപയോഗിച്ചും താലിമാല പണയം വെച്ചും അന്നത്തെ പണം നീക്കിവെച്ചും ഇവിടുത്തെ നാട്ടുകാർ ഈ കാണുന്ന 1 ഏക്കർ ഭൂമി 1983 വാങ്ങിയത്. 1983 അന്ന് ദിവസക്കൂലി 20 രൂപയായിരുന്നു. എലമ്പ്രയിലെ 400ഓളം കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി സ്കൂളിന് വേണ്ടി രംഗത്തിറങ്ങി. പിരിവെടുത്തും പല വിധത്തിലും പണം സ്വരൂപിച്ച് ഭൂമി വാങ്ങിയെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ സ്കൂൾ അനുവദിച്ചില്ല. 2015 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ സ്കൂൾ സാധ്യതാ പഠനത്തിൽ പ്രദേശത്തുകാരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തിയിരുന്നു. സ്കൂൾ കർമ്മസമിതി കൺവീനർ തേനത്ത് മുഹമ്മദ് ഫൈസി ഈ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചു. അന്ന് 10 രൂപ 20 രൂപയൊക്കെ ഇതിലേക്ക് സംഭാവന ചെയ്തിട്ട് അതും തികയാത്തതിൻ്റെ പേരിൽ പിന്നെന്താണ് കെട്ടുതാലി പണയം വെച്ചിട്ട് ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാമഹൻ മർഹൂം മമ്മൂട്ടി ഹാജി എന്ന് പറയും, അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതായിരിക്കുന്ന കാശ് ഇതിനു വേണ്ടി എന്തായിട്ടുണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഗൾഫിൽ നിന്ന് ആദ്യമായി ജോലി ചെയ്തിട്ട് കിട്ടിയതായിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഭൂമി വാങ്ങി 42 വർഷം പിന്നിട്ടിട്ടും സ്കൂളിന്റെ തറയ്ക്കായി ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനുമെല്ലാം സ്കൂൾ തുടങ്ങുന്നതിനോട് യോജിച്ചെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പുറം തിരിഞ്ഞു നിന്നു. അബ്ദുറബ്ബ് MLA അതുപോലെ തന്നെ ഉമ്മർ MLA പോലത്തെ ആളുകൾ ഒരു കോടതി ഉത്തരവ് കിട്ടിയാൽ നമുക്ക് സ്കൂള് സംഘടിപ്പിക്കാം, അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അത് കിട്ടാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. ഹൈക്കോടതി നമുക്ക് അനുകൂലമായ 3 മാസം കൊണ്ട് സ്കൂൾ നൽകണമെന്നുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിക്കെതിരെ ഗവൺമെൻറ് അപ്പീൽ സുപ്രീം കോടതി പോയി. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഞങ്ങളും പോയി. അതിന് അനുകൂലമായിരിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സ്കൂളിനായി അന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് വലുതായി. ഞാൻ 2007 മലപ്പുറം DD ഓഫീസിലേക്ക് സമയത്തിന് അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ 10-18 വർഷമായി. അന്ന് ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഈ ക്ലബ്ബ് ഇവിടെ പന്ത് കളി വെച്ചിട്ടും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ തന്നെ കുറേ പൈസ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. തേനത്ത് മുഹമ്മദ് ഫൈസി നാട്ടുകാരുടെ പിന്തുണയോടെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. തുടർന്ന് സ്കൂൾ അനുവദിക്കാൻ 3 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. അതിൽ നടപടി ഉണ്ടാകാത്തതിനാൽ കോടതിയലക്ഷ്യ കേസുമായി ഫൈസി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു.
സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് കേസിൽ സ്റ്റേ വാങ്ങി. ഈ സ്റ്റേ നയിക്കണമെന്നാവശ്യപ്പെട്ട് 2024 ഫൈസിയുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രദേശത്തുകാർക്ക് അനുകൂല വിധിയുണ്ടായത്. വിധിയിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഒരുപാട് കാലമായിട്ട് അതിന് പല നിലക്കും നിയമ പോരാട്ടങ്ങളും മറ്റുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തി ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ഒരു വിധി വന്നപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഇനി അതിനൊരു മറു അഭിപ്രായമില്ലാതെ ആ വിധി നടപ്പാക്കട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹം. കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വത്തെ ഓർത്തും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയുമാണ് ഈ നാട്ടുകാർ 43 വർഷം മുമ്പ് ഒരു പോരാട്ടത്തിനിറങ്ങിയത്. അതിന്റെ ഫലപ്രാപ്തി പക്ഷേ ഇത്രയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചതല്ല. ഈ മണ്ണിന് ഈ നാട്ടുകാരുടെ വിയർപ്പിന്റെ മണമുണ്ട്. ഇവിടെ ഒരു സ്കൂൾ കെട്ടിടം ഉയരാൻ ഇനിയും വൈകാൻ പാടില്ല. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ് അവിടേക്ക് സ്കൂൾ കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലപ്പുറം ജില്ലയിൽ സ്കൂളുകൾ വാരിക്കോരി കൊടുക്കുന്നുവെന്ന് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോഴാണ് മലപ്പുറത്തു തന്നെയുള്ള ഒരു ജനതയ്ക്ക് അവർക്ക് സുപ്രീം കോടതി വരെ ഈ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്. മാത്രമല്ല, അവർ തന്നെ സമ്പാദിച്ച അവരുടെ പണം കൊണ്ട് അവർ വാങ്ങിയ സ്ഥലത്ത് ഒരു സ്കൂൾ വേണമെന്ന ആവശ്യം, ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നു പലരും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ആ സ്കൂൾ അവിടെ അനുവദിക്കണം എന്ന ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇനി പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, അരുൺ അടക്കമുള്ള പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, ഈ കളമശ്ശേരിയിൽ അവിടെ ട്രെയിൻ പാളം തെറ്റിയിരുന്നല്ലോ, ചരക്ക് തീവണ്ടിയാണ്, അതിൻ്റെ എഞ്ചിനാണ് പാളം തെറ്റിയത്. അവിടെ ഈ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കളമശ്ശേരിയിൽ നിന്നുള്ള ഒരു ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. റെയിൽവേ പറയുന്നത് അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, ഇപ്പോൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. 2 ലൈനുകളിലൂടെയും ഇപ്പോൾ ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:50 ഈ എൻജിൻ പാളം തെറ്റിയത്. അത് ഷണ്ടിങ്ങിനിടെയാണ് ഇപ്പോൾ 2 ട്രെയിനുകളും 2 ട്രാക്കുകളിലൂടെ കടന്നു പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് ഇപ്പോൾ ട്രെയിനുകൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവിടെ ഗതാഗതം താറുമാറായതാണ്. അത് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. റെയിൽവേ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കളമശ്ശേരിയിൽ ആ സ്ഥലത്തു നിന്ന് ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്, 2 ട്രാക്കുകളിലൂടെയും ട്രെയിനുകൾ കടന്നു പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ്, ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇപ്പോൾ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 2 ട്രാക്കിലൂടെയും ട്രെയിനുകൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യം, അതായത് ഈ പ്രശ്നം പരിഹരിച്ച ശേഷം ഏറ്റവും ആദ്യം പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഇടപ്പള്ളി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇഗ്മോർ ട്രെയിനാണ് എന്നാണ്, ഇൻഡോർ ട്രെയിനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ട്രെയിൻ ഏറെ മണിക്കൂറുകളായി ഈ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ ട്രാക്ക് ക്ലിയറായ പശ്ചാത്തലത്തിൽ ആ ട്രെയിൻ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റിടങ്ങളിലൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിനുകൾ പതിയെ ഈ ട്രാക്കിലൂടെ പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2:50 കൂടിയാണ് ഷണ്ടിങ്ങിനിടെ ഈ എഞ്ചിൻ ട്രാക്ക് തെറ്റി, അതായത് ട്രാക്ക് അവസാനിക്കുന്നിടത്തു നിന്നാണ് ട്രാക്ക് തെറ്റി ഇടിച്ച് തൊട്ടടുത്തുള്ള ഈ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത്. അതോടുകൂടി ഈ സിംഗിൾ ലൈൻ, അതായത് തൃശ്ശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിലെ ഈ റെയിൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുകയായിരുന്നു. പല ട്രെയിനുകളും വൈകി ഓടുകയായിരുന്നു. ഏകദേശം ഒരു 4.5 മണിക്കൂറത്തെ ശ്രമഫലത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ 2 ട്രാക്കും ക്ലിയർ ചെയ്തുകൊണ്ട് 2 ട്രാക്കിലൂടെയും ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ചില ട്രെയിനുകളൊക്കെ 1 മണിക്കൂറും അരമണിക്കൂറും ഒക്കെ വൈകി ഓടുന്ന സാഹചര്യമുണ്ട്. അത് പരമാവധി ഓടിപ്പിടിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ 2 ട്രാക്കും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്ന ആ ട്രാക്കിലൂടെ ഇപ്പോൾ ട്രെയിൻ കടന്നുപോയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി സുഗമമായി തന്നെ മറ്റു ട്രെയിനുകൾ, പിടിച്ചിട്ടിരിക്കുന്ന മറ്റു ട്രെയിനുകളും ഇതേ ട്രാക്കിലൂടെ പോകും. വിത്ത് ദിലീപ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു നാട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട നിവാസികളാണ് ചന്തക്കുരങ്ങുകളെ കൊണ്ട് വലയുന്നത്. കാർഷിക വിളകളും കുടിവെള്ള ടാങ്കുകളും നശിപ്പിക്കുന്നത് കൂടാതെ വസ്ത്രങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവുകയാണ് ഈ വാനര സംഘം. ശല്യക്കാരായ ചന്തക്കുരങ്ങുകളെ പിടികൂടി നാടുകടത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശാസ്താംകോട്ടയിൽ 2 തരത്തിലാണ് അവിടെ വാനര സംഘങ്ങൾ. ഒന്ന്, അവിടുത്തെ ക്ഷേത്രം കേന്ദ്രീകരിച്ച്
ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള അമ്പലക്കുരങ്ങുകളും മറ്റൊന്ന് അവിടുത്തെ ടൗൺ കേന്ദ്രീകരിച്ച് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള ചന്തക്കുരങ്ങുകളും. കൊല്ലം ശാസ്താംകോട്ട എന്ന പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ശാസ്താംകോട്ട ശുദ്ധല തടാകവും വാനരന്മാരുമാണ്. ശാസ്താംകോട്ടയിലെ വാനരന്മാരെ ആ നാട്ടുകാർ രണ്ടായി വേർതിരിക്കുന്നുണ്ട്, അമ്പലക്കുരങ്ങുകളെന്നും ചന്തക്കുരങ്ങുകളെന്നും. എന്താണ് ആ വേർതിരിവിന് പിന്നിലുള്ള കാരണമെന്നല്ലേ? അതൊരു കഥയാണ്. ആ വേർതിരിവുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത. ശാസ്താവിന്റെ കോട്ടയെന്ന പേരിലാണ് ശാസ്താംകോട്ട അറിയപ്പെടുന്നത്. ശാസ്താവിന്റെ ആശ്രിതരായി ക്ഷേത്രത്തിൽ കഴിയുന്ന വാനരന്മാരെ ദൂരെ നിന്ന് വരുന്ന ഭക്തർ ആരാധനാമൂർത്തിക്കൊപ്പമാണ് കാണുന്നത്. വറുതിയുടെ കാലത്ത് ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പോയവരാണ് ചന്തക്കുരങ്ങുകൾ. അമ്പലക്കുരങ്ങുകൾക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. പൊതുവെ ശാന്തശീലരുമാണ് ഈ വിഭാഗം. പക്ഷേ ചന്തക്കുരങ്ങുകൾ അങ്ങനെയല്ല, അക്രമകാരികളാണ്. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ജനങ്ങൾ മാത്രമല്ല, കിലോമീറ്റർ ദൂരെ വരെ താമസിക്കുന്നവർക്ക് ചന്തക്കുരങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ്. ഓട് പാകിയതും ഷീറ്റ് മേഞ്ഞതുമായ വീടുകളാണ് ദുരിതം അനുഭവിക്കുന്നതിലേറെയും. കൃഷിനാശവും വ്യാപകമാണ്. ഞങ്ങൾക്ക് പോയ ആഹാരം ഒന്നും പാചകം ചെയ്ത് വെക്കാനോ പറ്റുന്നില്ല. എയർ ഹോൾ വഴി വീട്ടിനകത്ത് കയറി എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തുണി കഴുകി അശയിലിടാനൊക്കുന്നില്ല. അശയിൽ കൂടെ തുണിക്കകത്ത് കയറി നടന്നു പോയിട്ട് അതിൽ നിന്ന് വലിച്ചൊന്നിയെടുത്ത് മരത്തിൻ്റെ മണ്ടേക്കോ. കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഇവിടെ കുരങ്ങ് ഭയങ്കര ശല്യമാണ്. വാട്ടർ ടാങ്കിൻ്റെ അകത്ത് കയറിയിട്ട് കുളിക്കുക, വെള്ളം പൈപ്പ് തുറന്ന് വിടുക, പിന്നെ അതിനകത്ത് ബോൾ ഊരിക്കൊണ്ടു പോവുക, അത് ഇടിച്ച് നശിപ്പിക്കുക. അതുപോലെ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല, വണ്ടിയുടെ സീറ്റ് കയറി വലിച്ചു കീറുക. ഓടുകൾ ഇളക്കി മാറ്റും. വീടിന് പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടു പോകും. ടാപ്പുകൾ തകർക്കുന്നതും വാട്ടർ ടാങ്കിന്റെ മൂടി തുറന്ന് കുടിവെള്ളത്തിൽ ഇറങ്ങുന്നതും പ്രദേശവാസികൾക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. ചന്തക്കുരങ്ങളുടെ ശല്യം കൂടിയതോടെ ജനങ്ങളും വ്യാപാരികളും ഇന്ന് വലിയുകയാണ്. ശല്യക്കാരായ കുരങ്ങളെ പിടികൂടി നാട് കടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിരന്തരം നമ്മുടെ ഷെഡിനകത്ത് കയറി വീട്ടു സാധനങ്ങളും ആഹാരപാചകം ചെയ്തതെല്ലാം എടുത്ത് കളയുകയും അകത്ത് കയറി ഭയങ്കര ശല്യമാണ്. നമുക്ക് വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ്. നിരന്തരം പല പ്രാവശ്യവും ഇത് അങ്ങനെ തുടർച്ചയായിട്ടുണ്ട്. കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ജീവിതം വഴിമുട്ടിയിരിക്കുക. പേരയ്ക്കകത്ത് കയറുക, മൊത്തം നശിപ്പിക്കുക. ഇനി നശിപ്പിക്കാനൊന്നുമില്ല, ഇത് പറഞ്ഞു കുഴഞ്ഞ്. തേങ്ങ അടർത്തിയെടുത്ത ശേഷം നശിപ്പിക്കും. വീട്ടുടമകൾക്ക് തേങ്ങ കിട്ടാറേയില്ല. തെങ്ങിൻ കരിക്കും അടർത്തിയെടുത്ത ശേഷം നശിപ്പിക്കുകയാണ് പതിവ്. ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ കുരങ്ങുകളെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 25 വർഷം മുമ്പ് ഡൽഹിയിൽ നിന്ന് സംഘമെത്തി കൂട് വെച്ച് പിടികൂടി അച്ചൻകോവിൽ ചെന്തുരുണി വനമേഖലയിലേക്ക് മാറ്റിയിരുന്നു. കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ട ചന്തക്കുരങ്ങളുടെ പിൻതലമുറയാണ് ഇപ്പോഴത്തെ അക്രമി സംഘം. ശാസ്താംകോട്ടയുടെ ചരിത്രത്തിന്റെ ഭാഗമായി കുരങ്ങുകളെ സംരക്ഷിക്കുന്നതിനും ഭക്ഷണം ഉറപ്പാക്കുന്നതിനും സർക്കാർ തലത്തിൽ പദ്ധതി വേണമെന്ന ദീർഘകാലത്തെ ആവശ്യവും നടപ്പായിട്ടില്ല. ശാസ്താംകോട്ടയിലെ വാനരന്മാരെ രണ്ടായി വേർതിരിച്ച ആ സംഭവമുണ്ടല്ലോ, അതുതന്നെയാണ് നിലവിലെ അവിടുത്തെ പ്രശ്നങ്ങളുടെ കാരണം. ചന്തക്കുരങ്ങുകൾ എന്നും പട്ടിണി കിടക്കുന്നവന്റെ പ്രതീകമാണ്. ആ പട്ടിണിയെ മറികടക്കാനുള്ള പോരാട്ടമാണ് ആ ചന്തക്കുരങ്ങുകൾ നടത്തുന്നത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഇനി ഇടപെടേണ്ടത് സർക്കാരാണ്. പട്ടിണിക്ക് പരിഹാരമുണ്ടാകണം. അതിന് ചന്തക്കുരങ്ങുകളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണെങ്കിൽ അത് സർക്കാർ ചെയ്തേ മതിയാവും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ശാസ്താംകോട്ടയിലെ ഈ വാനരന്മാരുടെ തർക്കങ്ങളിൽ നിന്ന്, അവരുടെ വിശേഷങ്ങളിൽ നിന്ന്, അവർ ഉണ്ടാക്കുന്ന ശല്യങ്ങളിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കാൽനട യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇത്തരം മോട്ടോർ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പിന്നാലെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി. ഹൈക്കോടതി പോലും ഇടപെട്ടിട്ടും നമ്മുടെ നിരത്തുകളിലെ കാൽനട യാത്രക്കാരുടെ അവസ്ഥ എന്താണ്? പൊതുജനം കഴുതയല്ല സാർ പരിശോധിക്കുന്നു. ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുന്നത് കണ്ടാൽ തന്നെ മോട്ടോർ വാഹനങ്ങളിൽ എത്തുന്ന ആളുകൾ 3 മീറ്റർ മുൻപ് ഈ വാഹനം നിർത്തി നൽകണം. അതായത് സീബ്ര ലൈനിലൂടെ എപ്പോഴും കാൽനട യാത്രക്കാരനാണ് മുൻഗണന.
എന്നാൽ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു മാറ്റവുമില്ല. കാൽനട യാത്രക്കാരൻ സീബ്ര ലൈനിൽ കാത്തുനിൽക്കുന്നത് കണ്ടാൽ എങ്ങനെ കൂടുതൽ വേഗത്തിൽ ഓടിച്ചു പോകാമെന്നാണ് മോട്ടോർ വാഹനം ഓടിക്കുന്ന ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. 3 മീറ്റർ മുൻപ് വാഹനം കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർത്തി നൽകണമെന്നതൊക്കെ കടലാസിൽ മാത്രം. അപകടം സംഭവിക്കാതെ റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം വേണം. ഇനി ഫുട്പാത്തിലൂടെ നടക്കാമെന്ന് കരുതിയാലും മുഴുവൻ തടസ്സങ്ങളാണ്. ഫുട്പാത്ത് കയ്യേറി പാർക്കിംഗ്, റോഡുകൾ കയ്യേറിയുള്ള കച്ചവട സ്ഥാപനങ്ങൾ, റോഡിലേക്ക് കിടക്കുന്ന കേബിളുകൾ. എല്ലാവരും ഫുട്പാത്തിൽ കയറി വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. ബസ്സിൽ വന്നവർക്കൊക്കെ ഇവിടെയൊക്കെ വൈകുന്നേരം ഭയങ്കര തിരക്കാണ്. അവിടെ കടന്നു പോകാനൊക്കെ പാടാം ഈ കച്ചവടത്തിൻ്റെ ഇതിൽ. അപ്പോൾ അവർ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാലും വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അല്ലെ, ഫുട്പാത്ത് നമുക്ക് നടന്നു പോകാനും ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഫുട്പാത്ത് ഇട്ടിരിക്കുന്നത്. അത് കോർപ്പറേഷൻ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആൾക്കാർക്ക് അപകടം ഉണ്ടാവാനും അത് സൈഡിലോട്ടുള്ള ഓടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ അത് മനുഷ്യൻ ഓടയിൽ വീണ് ചാവും. ആ രീതിയിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അതാണ് മാറാതുകൊണ്ട് അവരെ കട്ടിയിട്ട് വേണം പോരെ. ഫുട്പാത്തിൽ അകത്തോട്ട് വെച്ച് പിന്നെ കച്ചവടം ചെയ്യാം. വെളിയിലോട്ട് വെച്ച് കച്ചവടം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ റോഡുകളിൽ അപകടങ്ങളിൽ മരിക്കുന്നതിൽ 28% കാൽനട യാത്രക്കാരാണ്. ഈ വർഷം മാത്രം 800-ലധികം കാൽനട യാത്രക്കാരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. ഇതിൽ തന്നെ 400-ലധികവും പ്രായമായവരാണ്. റോഡിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കാൽനട യാത്രക്കാർ കൂടുതലും പ്രായം ചെന്നവർ തന്നെ. ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങിയാണ്. ഓരോ വീട്ടിൽ തന്നെ 3-4 കാറൊക്കെ ഉണ്ട്. ഓരോ മക്കൾക്ക് ഓരോ കാറ്. അത് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഓടന്നൊക്കെ ശരിയാക്കി നമുക്ക് നടപ്പാതെ നല്ലവണ്ണം ശരിയാക്കി തരണം. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ഗതാഗത വകുപ്പ് നിയമം സെക്ഷൻ 184 പ്രകാരം 2000 രൂപ പിഴ ചുമത്താനും കഴിയും. റോഡുകളിലൂടെ ചീറിപ്പായാൻ വാഹനവുമായി ഇറങ്ങുന്നവർ ഓർക്കുക, ഇവിടം കാൽനട യാത്രക്കാർക്ക് കൂടി ഉള്ളതാണ്. നമ്മൾ ഈ കണ്ടവ തന്നെയാണ് ഇപ്പോഴും റോഡുകളുടെ അവസ്ഥ. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ഇതിലും ഭീകരാവസ്ഥയിലാണ് ഓരോ കാൽനട യാത്രക്കാരും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡുകളിലൂടെ നടക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോഴും നിയമം പാലിക്കാതെ തന്നെയാണ് റോഡുകളിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നത്, ഫുട്പാത്തുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അധികൃതരാകട്ടെ ഇപ്പോഴും ഇവയൊന്നും കണ്ട മട്ടുമില്ല. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സീബ്ര ലൈൻ കാണുമ്പോൾ സ്പീഡ് കൂട്ടുന്ന ചില ഡ്രൈവർമാരുണ്ട്. പക്ഷേ ഓർക്കുക, റോഡ് എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് വാഹനം ഓടിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സീബ്ര ലൈനുകൾക്ക് സമീപം വാഹനം നിർത്തി കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 പ്രതികരണങ്ങൾ, കുറച്ചധികം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ജോസ്വിൻ ജോസഫ് പറയുന്നു, റോഡിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യണേൽ ജീവൻ പണയം വെച്ച് വേണം, വണ്ടിക്കാർ കണ്ടമട്ടില്ല എന്ന കാര്യം. വിനീത് നാരായൺകുട്ടി പറയുന്നു, 4 ചക്ര വാഹനങ്ങൾ നിർത്തിയാലും ഇടതുഭാഗത്ത് നിന്ന് ബൈക്കുകൾ അപ്രതീക്ഷിതമായി കയറി വരുമെന്ന്. ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ, നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി എറണാകുളം വരാപ്പുഴയിൽ സ്വകാര്യ ബസ് ആക്രമിച്ച് യുവാക്കൾ. സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ബസ്സിന് നേരെ യുവാക്കൾ കല്ലെറിഞ്ഞു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. സ്വകാര്യ ബസ്സിന് നേരെ യുവാക്കൾ കല്ലെറിഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജൻ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നോർത്ത് പറവൂരിൽ നിന്ന് വൈറ്റിലയിലേക്ക് സർവീസ് നടത്തുന്ന ഇൻഫന്റ് ജീസസ് എന്ന ബസ്സിന് നേരെയാണ് യുവാക്കളുടെ
ആക്രമണം ഉണ്ടായത്. സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ യുവാക്കൾ വരാപ്പുഴയിലെത്തിയപ്പോൾ ബസ് തടയുകയും അതിനുശേഷം ഡ്രൈവറോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടയിലാണ് ഈ 6 പേരടങ്ങുന്ന സംഘത്തിൽ ഒരാൾ വാഹനത്തിന് ബസ്സിന് നേരെ കല്ലെറിഞ്ഞൊരു സ്ഥിതി ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ ബസ്സിനുള്ളിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഈ കല്ല് നേരെ കണ്ടക്ടർക്കാണ് മേലാണ് വന്ന് പതിച്ചത്. എന്തായാലും ഇപ്പോൾ ബസ് ജീവനക്കാർ വരാപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം എന്നാണ് ബസ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. ഈ ബസിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസിനെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജൻ. ഇനി ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റ കാർ യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ 24ന്റെ സ്ക്രീനിൽ കാണുന്നത് ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, വടക്കാഞ്ചേരി കുണ്ടന്നൂരിലാണ് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണം തെറ്റിയ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ ഒരു ലോറിയെ മറികടക്കുന്നതിനിടയിലാണ് ഈ നിയന്ത്രണം വിടുകയും ഈ പാതയോരത്തെ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത്. പക്ഷെ ആ സമയത്ത് 2 കാൽനട യാത്രക്കാരുണ്ടായിരുന്നു. അവർ ഈ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാർ ഓടിച്ച ആൾക്ക് പരിക്കേൽക്കുകയും അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.